ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് രണ്ടാം ദിനത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യ ദിനത്തിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കോൺക്ലേവിന് സാധിച്ചില്ല. കോൺക്ലേവ് ആരംഭിച്ച ശേഷം ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് ആ ഒരു കറുത്ത പുക സിസ്റ്റൈൻ ചാപ്പലിലെ ആ ഒരു ചിമ്മിനിക്ക് മുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു സമയ ദൈർഘ്യം പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. വത്തിക്കാനിലെ പ്രാദേശിക സമയം രാത്രി 9 മണിയോട് കൂടിയാണ് ആ ഒരു കറുത്ത പുക, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എന്ന അറിയിപ്പ് നൽകുന്ന ആ ഒരു കറുത്ത പുക സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ ദർശിക്കാൻ സാധിച്ചത്. പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്നലെ വത്തിക്കാൻ ചത്തുരത്തിൽ തടിച്ചുകൂടിയത്. ആ ഫസ്റ്റ് ബാലറ്റിൻ്റെ ആ ഒരു റിസൾട്ട് അറിയുന്നതിനായി, മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തില്ലയോ എന്ന് അറിയുന്നതിനായി ആയിരക്കണക്കിന് വിശ്വാസികൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഏകദേശം 50,000-ലധികം വിശ്വാസികൾ ഇന്നലെ വത്തിക്കാൻ ചത്തുരത്തിൽ തടിച്ചുകൂടി എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഇന്നത്തെ ആ ഒരു വോട്ടിംഗ് പ്രോസസ്സിലേക്ക് കാർഡിനൽസ് കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും അവസാനം നടന്ന 10 കോൺക്ലേവുകളിൽ ഏത് സമയത്താണ് അല്ലെങ്കിൽ എത്ര വോട്ടിങ്ങിന് ശേഷമാണ്, ഏത് ദിനത്തിലാണ്, വോട്ടിംഗ് നടന്നതിന് ശേഷം ഏത് ദിനത്തിലാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ലാസ്റ്റ് നടന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മുതൽ പിന്നീട് പുറകിലേക്ക് നാം നോക്കുമ്പോൾ അവസാനം നടന്ന ഒരു 10 കോൺക്ലേവുകളിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്, എപ്പോഴാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. പിയൂസ് 10 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പിയൂസ് 10 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത്. 7 വോട്ടിംഗാണ് പിയൂസ് 10 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വന്നത്. പിന്നീട് ബെനഡിക്ട് 15 മാർപ്പാപ്പ, ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സഭയെ നയിച്ച ബെനഡിക്ട് 15 മാർപ്പാപ്പ, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ 10 വോട്ടിംഗാണ് വേണ്ടി വന്നത്. 3 ദിവസം എടുത്തു ബെനഡിക്ട് 15 മാർപ്പാപ്പയെ സഭയുടെ പരമാചാര്യ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ. പിയൂസ് 11 മാർപ്പാപ്പ 5 ദിവസമാണ് പിയൂസ് 11 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വന്നത്. 14 ബാലറ്റുകളാണ്, അതായത് 14 വോട്ടിംഗ് സെഷനുകളാണ് കാർഡിനൽസിന് വേണ്ടി വന്നത് പിയൂസ് 11 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ. പിയൂസ് 12 മാർപ്പാപ്പ ചരിത്രത്തിൽ, ഈ സമകാലിക ചരിത്രത്തിൽ ഒരു ഷോർട്ടസ്റ്റ് കോൺക്ലേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. 3 വോട്ടിംഗ് സെഷൻ മാത്രമേ പിയൂസ് 12 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വന്നുള്ളൂ. 2 ദിവസത്തിനകം പിയൂസ് 12 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ അന്ന് സമ്മേളിച്ച കോൺക്ലേവിനായി. പിന്നീട് ജോൺ 23 മാർപ്പാപ്പ, 11 ബാലറ്റുകളാണ് ജോൺ 23 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വന്നത്. 4 ദിവസമെടുത്തു. 11 ബാലറ്റുകൾ, അതായത് 11 വോട്ടിംഗ് സെഷനുകൾ 4 ദിവസമെടുത്തു ജോൺ 23 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ. പോൾ 6 മാർപ്പാപ്പ 3 ദിവസം 6 ബാലറ്റുകൾ. ജോൺ പോൾ 1 മാർപ്പാപ്പ 33 ദിവസം മാത്രമേ ജോൺ പോൾ 1 മാർപ്പാപ്പയുടെ ആ ഒരു പേപ്പസി നീണ്ടു നിന്നുള്ളൂ. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ 4 ബാലറ്റുകൾ, അതായത് 4 വോട്ടിംഗ് സെഷനുകൾ, ഒപ്പം തന്നെ 2 ദിവസമാണ് ജോൺ പോൾ 1 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വന്നത്. ജോൺ പോൾ 2 മാർപ്പാപ്പ, സമകാലിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സഭയെ നയിച്ച പാപ്പ. ജോൺ പോൾ 1 മാർപ്പാപ്പയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് കാർഡിനലായിട്ടുള്ള ഒരു ഇറ്റാലിയൻ സ്വദേശിയായിട്ടുള്ള മാർപ്പാപ്പ. ജോൺ പോൾ 1 മാർപ്പാപ്പയാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ 8 ബാലറ്റുകളാണ് വേണ്ടി വന്നത്. 3 ദിവസം എടുത്തു ജോൺ പോൾ 2 മാർപ്പാപ്പയെ, പോളണ്ടിൽ നിന്നുള്ള ജോൺ പോൾ 2 മാർപ്പാപ്പയെ, കരോൾ വോയ്റ്റീവ എന്ന് പറയുന്ന ആ കാർഡിനലിനെ മാർപ്പാപ്പ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ 3 ദിവസം 8 ബാലറ്റുകൾ. ഇനി ബെനഡിക്ട് 16 മാർപ്പാപ്പ, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ 2 ദിവസം 4 ബാലറ്റുകൾ. പറയുന്നത് 24 മണിക്കൂറിനും 25 മണിക്കൂറിനും ഇടയിൽ സമയദൈർഘ്യം, അല്ലെങ്കിൽ 26 മണിക്കൂറിനിടയിൽ ഒരു സമയദൈർഘ്യം മാത്രമേ ബെനഡിക്ട് 16 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വന്നുള്ളൂ. ഇനി ആഴ്ചകൾക്ക് മുമ്പ് കാലം ചെയ്ത ദിവംഗതനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ 5 ബാലറ്റുകളാണ് വേണ്ടി വന്നത്. 2 ദിവസമാണ് എടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ. അപ്പോൾ ഇത്തരത്തിൽ നാം നോക്കുമ്പോൾ 2 മുതൽ 5 ദിവസം വരെ സമയമെടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു 10 കോൺക്ലേവിൻ്റെ ആ ഒരു ചരിത്രത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കോൺക്ലേവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ദിവസം എടുത്തോട്ടെ, പക്ഷേ അത് കർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ ആ ഒരു കയ്യൊപ്പുള്ള ആ ഒരു തീരുമാനം കാർഡിനൽ കോൺക്ലേവിൽ നിന്നും സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും ഉയരാൻ വേണ്ടി, ആ വെളുത്ത പുകയുടെ രൂപത്തിൽ ഉയരാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ക്യാമറമാൻ ആൽബിൻ വെള്ളാംകുഴിയിലിനൊപ്പം ജോർജി ജോസ്, ഷെക്കേന ന്യൂസ്.